ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള പോര് മുറുകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ആ സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തിന് അവർ കൊടുത്തിട്ടുള്ള ഹെഡിങ് തന്നെ കേരള ഗവർണർ സെയ്സ്, കേരള ഗവർണർ പറയുന്നു സുപ്രീം കോടതി ടൈം ലൈൻസ്, സുപ്രീം കോടതി നിശ്ചയിച്ച ടൈം ലൈനുകൾ എന്ന് പറയുന്നത് റൂളിംഗ് ഈസ് എ ജുഡീഷ്യൽ ഓവർറീച്ച് എന്നാണ്. അതായത് അത് ഒരു അമിതാധികാര പ്രയോഗമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ഒരു ജുഡീഷ്യൽ ആക്ടിവിസമാണ്, ഒരു കൂടുതലുള്ള അധികാരം കവർന്നെടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച്, അതായത് JB പർദേവാല എന്ന് പറയുന്ന ജസ്റ്റിസും അതുപോലെ തന്നെ R മഹാദേവൻ ഇവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് സുപ്രധാനമായ ചരിത്രപരമായ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ അയക്കുന്ന ബില്ലുകൾ ഇനി മുതൽ ഒരു ഗവർണർക്ക് പിടിച്ചുവെക്കാൻ അധികാരമില്ല എന്നുള്ളതും അത് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അങ്ങനെ പിടിച്ചുവെക്കുന്നത് തെറ്റാണ് എന്നും അത് ഇല്ലീഗലാണ്, ആർബിട്രറി ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ വിധി ഉണ്ടായിട്ടുള്ളത്. അതായത് നിയമപരമല്ലാത്ത ഏകപക്ഷീയമായ അനൗചിത്യമായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് ആ സുപ്രധാനമായ വിധിയിൽ പറയുന്നത്. ആ വിധിയുടെ വിശദാംശങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഒരു മാക്സിമം ഒരു ഗവർണർക്ക് വൈകിപ്പിക്കാൻ കഴിയുന്നത് 3 മാസം വരെയാണ്. അപ്പോൾ ആ 3 മാസത്തിനകം ബില്ലുകൾ എന്തായാലും ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് പ്രസിഡന്റിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. പ്രസിഡന്റിന് പോലും ഇനി മുതൽ ബില്ലുകൾ അങ്ങനെ ഒരു കാരണവശാലും 3 മാസത്തിനപ്പുറം വെക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി പറയുന്നത്. അപ്പോൾ ഈ വിധിയെക്കുറിച്ച് വളരെ വിശദമായി ചില എതിരഭിപ്രായങ്ങളാണ് രാജേന്ദ്ര ആർലേക്കർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഒരു അമിതാധികാര പ്രയോഗമാണ് എന്നുള്ളതാണ്. അതായത് ഇത് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത് പാർലമെൻറ്റൊക്കെയാണ്. അത് ഭരണഘടനയിൽ അങ്ങനെ ടൈമൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ടൈം തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന അടുത്തൊരു വാചകം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന് എന്തായാലും അധികാരമില്ല, പകരം ഒരു ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന 5 ബെഞ്ചിലേക്കെങ്കിലും വിടേണ്ടതാണ് എന്നുള്ളതാണ്. മിക്കവാറും ഇത് അപ്പീൽ പോകുമ്പോൾ അവർ ഉയർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്? ഇത് ഗവർണറും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിലുള്ള പോരായി മാറുമോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, കൃത്യമായ അജണ്ടയോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നമുക്കറിയാം RSSകാരനായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ പുറത്തു വന്ന് പറഞ്ഞേക്കുന്നതാണ്. അത് ഒട്ടും ആലോചിക്കാതെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തമിഴ്നാട്ടിലെ RN രവിക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നതുകൊണ്ടാണ് ഈ കേസുമായി DMK പോയത്. ആ കേസിലാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം 10ഓളം ബില്ലുകൾ അദ്ദേഹം ഒപ്പിടാതെ തന്നെ അത് നിയമമായി, അതായത് ഈ അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നിയമമായതായി സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഗവർണർമാർ ഒപ്പിടാതെ ഒരു നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ജുഡീഷ്യൽ ആക്ടിവിസമാണോ അല്ലെങ്കിൽ കൂടുതൽ ഉള്ള കയ്യേറലാണോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവങ്ങളിൽ വലിയ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ആ സംഭവങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പല സ്റ്റേറ്റുകളിലും ഗവർണർമാരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായ അസൈൻമെൻറ്റുകളോട് കൂടിയാണ് ഇവരെ എല്ലാം അയച്ചിട്ടുള്ളത്. ഇപ്പോൾ RN രവി ഒരു IPSകാരനാണ്. ഇത് RN രവി മാത്രമല്ല, പഞ്ചാബിലെ ബൻവാരിലാൽ പുരോഹിത് ആണെങ്കിലും, കേരളയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും, അല്ലെങ്കിൽ തെലുങ്കാനയിലെ തമിഴ്സൈ സുന്ദർ രാജ് ആണെങ്കിലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ RN രവി ആണെങ്കിലും, വെസ്റ്റ് ബംഗാളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണെങ്കിലും ഒക്കെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നൊരു അജണ്ട ഉണ്ടാവുകയും അത്തരത്തിൽ ഈ പറയുന്ന പോലെ ആ ഗവൺമെൻറ്റുകളുടെ പോപ്പുലാരിറ്റിയെ കുറക്കുക എന്ന് പറയുന്ന ഒരായുധമായി കൂടി ഗവർണർമാരെ ഉപയോഗിച്ചിരുന്നു. ഇത് പറയുമ്പോൾ ഞാനിവിടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ എടുത്തിട്ടുള്ള പല സ്റ്റാൻഡുകളെയും അനുകൂലിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യങ്ങളിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിപക്ഷമൊക്കെ അത് ഉയർത്തി കാണിക്കാത്തതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ആൾക്ക് പലപ്പോഴും ഈ പറയുന്ന ചാൻസലർ എന്നുള്ള നിലക്കുള്ള ചില അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില സ്വജനപക്ഷപാതത്തിനെതിരെയും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയും ഒക്കെ അദ്ദേഹം പോരാട്ടം നടത്തിയത് എന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഗവർണർമാർക്ക് അങ്ങനെ ചെയ്യാനുള്ള യാതൊരുവിധ അധികാരവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന 10 ബില്ലുകളാണ് ഈ RN രവി പിടിച്ചു വെച്ചതെങ്കിൽ
കേരളത്തിൽ 7 ബില്ലുകളാണ്, 4 ബില്ലുകളാണ്, മറ്റൊരു സ്ഥലത്ത് 12 ബില്ലുകളാണ്. ഇങ്ങനെ നിരവധി ബില്ലുകൾ പിടിച്ചു വെച്ചു. ഈ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഏതാണ്ട് 1 കൊല്ലം മുതൽ 33 മാസം വരെയുള്ള കാലാവധിക്ക് ബില്ലുകൾ പിടിച്ചു വെച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആകെ 5 കൊല്ലമേ ഭരിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 കൊല്ലത്തേക്ക് അവർ പാസ്സാക്കുന്ന ഒരു നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എത്ര മോശപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിനും അപ്പുറത്തേക്കുള്ള വൈകലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്ലാച്ചിമടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള ബില്ല് NK പ്രേമചന്ദ്രൻ, നിങ്ങളൊന്ന് ആലോചിക്കണം, അദ്ദേഹം മന്ത്രിയായിരുന്ന ഏത് കാലത്താണ്. അപ്പോൾ NK പ്രേമചന്ദ്രൻ 15 കൊല്ലം മുമ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ട് ആ നിയമം ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. കാരണം അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇതിനെതിരെ പലപ്പോഴും ഈ പറയുന്ന സുപ്രീം കോടതികളടക്കം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. DY ചന്ദ്രചൂഡ് as soon as possible എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളിത് ചെയ്യണം എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കോടതികളും പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് തെലങ്കാന ഗവർണർ രാത്രിക്ക് രാത്രി 10 ബില്ലുകൾ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തത്, ഒപ്പിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും കോടതികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിധികളുണ്ടായി. ഗവർണർക്കെതിരെ ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ. പക്ഷേ അതൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട്, ഈ സംവിധാനം നടന്നു പോകേണ്ടതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് വളരെ കൃത്യമായി കോടതി അതിൻ്റെ എല്ലാ സീമകളും എല്ലാ ക്ഷമയും പരീക്ഷിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ എത്തിയത് RSSനെയും സംഘപരിവാറിനെയും BJPയും ഒക്കെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ രാഷ്ട്രീയ ആയുധം അത് നഷ്ടപ്പെട്ടതുകൊണ്ട് അതിനെതിരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന കേരള ഗവർണർ കൃത്യമായി ഒരു ഇംഗ്ലീഷ് ന്യൂസ് പത്രത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നടപടികളാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ഗവർണർമാരുടെ നിലവാരം എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണ്ടേ. കാരണം 1950 ശേഷം നിങ്ങൾ അറിയേണ്ടത് 82% ആളുകളും യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളെയാണ് ഗവർണർമാരാക്കി വെച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ഡ്യൂട്ടികൾ അസൈൻ ചെയ്തിട്ടുള്ള ആളുകളെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജവഹർലാൽ നെഹ്റു പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെയും കേരളമടക്കം 1957 ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതാണ്. ഗവർണറുടെ കയ്യിൽ നിന്ന് ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് മേടിച്ചു. പക്ഷേ ആ ജവഹർലാൽ നെഹ്റു പറഞ്ഞേക്കുന്നത്, ജവഹർലാൽ നെഹ്റു ഫേവേർഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എമിനൻറ്റ് അക്കാഡമിഷ്യൻസ് ഫ്രം ഔട്ട്സൈഡ് പൊളിറ്റിക്സ് ആൻഡ് അതർ ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് ഇംപാർഷ്യൽ പീപ്പിൾ ഫ്രം അതർ വാക്സ് ഓഫ് ലൈഫ് ആസ് ഗവർണേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ജീവിതത്തിൻ്റെ മറ്റു പല മേഖലകളിലുമുള്ള എമിനൻ്റ് ആയിട്ടുള്ള ഇംപാർഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ വേണം ഗവർണറാക്കാൻ എന്നുള്ളതാണ് നെഹ്റു നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ, അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്, അംബേദ്കർ സെറ്റിൽഡ് ദ ഇഷ്യൂ ബൈ സെയിങ് ദാറ്റ് സിൻസ് ദ ഗവർണർ ഈസ് ജസ്റ്റ് എ ഫിഗർ ഓഫ് എ നോമിനൽ ഹെഡ്, ഒരു വെറും പേരിന് മാത്രമുള്ള ഹെഡാണ് സ്റ്റേറ്റിൻ്റെ, അതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പണമൊന്നും നമ്മൾ ചെലവഴിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഗവർണേഴ്സ് വിൽ നോട്ട് റെപ്രസെൻറ്റ് ദ റൂളിംഗ് പാർട്ടി ഓഫ് ദ സെൻറ്റർ ബട്ട് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഗവർണർമാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പാർട്ടിയല്ല, പക്ഷേ ആ സ്റ്റേറ്റിനെയാണ്, ആ സ്റ്റേറ്റിലെ ജനങ്ങളെയാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് വുഡ് ഓൾവേസ് കൺസൾട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ അപ്പോയിൻറ്റ് ഗവർണേഴ്സ്. അതായത് അപ്പോൾ ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചീഫ് മിനിസ്റ്റേഴ്സുമായി കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ് അംബേദ്കർ പറഞ്ഞത്. മറ്റൊരു ഘട്ടത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഇത്രമാത്രം അധികാരമില്ലാത്തൊരു പോസ്റ്റുകൾ ഏറ്റെടുക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ എന്ന് വരെ ചോദിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ ചിന്തകൾ അംബേദ്കർക്കുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം ഗവർണർമാരുടെ പോസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്, ജയപ്രകാശ് നാരായണൻ wanted the governor's appointment to be made by the president out of a panel of 4 persons selected by the assembly and members of the parliament of the concerned state. അതായത് കൺസേൺഡ് സ്റ്റേറ്റിലെ എല്ലാ MLAമാരും MP-മാരും കൂടി തിരഞ്ഞെടുക്കുന്ന, അവർ ചൂസ് ചെയ്യുന്ന 4 പേരുടെ ഒരു ലിസ്റ്റിൽ നിന്ന് വേണം പ്രസിഡന്റിന് ഈ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗവർണർ പോസ്റ്റിന്
വലിയ തോതിലുള്ള ഇല്ലാത്ത പ്രാധാന്യം കൽപ്പിക്കുകയും അത്തരത്തിൽ എക്സസീവായിട്ടുള്ള ഓവറായിട്ടുള്ള അധികാരങ്ങൾ അവരെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ പറയുന്ന കോടതിക്ക്, സുപ്രീം കോടതിക്ക് ഇത്തരത്തിൽ നിവൃത്തിയില്ലാതെ ഒരു വിധി പറയേണ്ടി വന്നത്. അത് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ് എന്ന് വിചാരിക്കുന്നില്ല. അപൂർവങ്ങളിൽ അത്യപൂർവമായി പ്രസിഡന്റിനോട് പോലും ബൈൻഡിങ് ആവുന്ന, ലോ ഓഫ് ദ ലാൻഡ് ആകുന്ന ഒരു വിധിയിലേക്ക് കടക്കേണ്ടി വന്നത് ഈ പറയുന്ന ഒരു ഫെഡറലിസത്തെ തകർക്കാനുള്ള ഇത്തരം സംവിധാനങ്ങളുടെ ഒരു പടപ്പുറപ്പാണ് എന്നുള്ളത് കാണാതെ വയ്യ. ഇതിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ 7 ബില്ലുകളാണ് പിടിച്ചു വെച്ചത്. RN രവി 12 ബില്ലുകളാണ്. തെലങ്കാനയിൽ 10 ബില്ലുകളാണ്. ഈ 10 ബില്ലുകളടക്കം നിരവധി ബില്ലുകളുടെ കാലാവധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കൊല്ലം മുതൽ 33 കൊല്ലം വരെയാണ്. ഇതിൽ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ ഇതിനെതിരെ ന്യായീകരണങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ബില്ലുകൾ നിങ്ങൾ 3 മാസത്തിലധികം പിടിച്ചു വെക്കുന്നത്? നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ചെക്ക് ചെയ്യാനുള്ളത്, എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ആകെ വളരെ ലളിതമായിട്ടുള്ള ജോലികൾ മാത്രമേ ഗവർണർമാർക്ക് ഈ ബില്ലിൻ്റെ പുറത്ത് നിർവഹിക്കാനുള്ളൂ. അത് ഒന്ന്, ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളത് പരിശോധിക്കണം. ഭരണഘടനാ വിരുദ്ധമാണോ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും നിയമങ്ങൾക്ക് എതിരാണോ എന്ന് പരിശോധിക്കണം. രാജ്യത്തെ ഫെഡറൽ സിസ്റ്റത്തിന്, അതായത് ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമസഭയ്ക്ക് ഇതിനുള്ള അധികാരമുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഈ 3 എണ്ണത്തിലും വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാനുള്ളൂ. അങ്ങനെ പരിശോധിച്ച് ബില്ലുകൾ ഒപ്പിടേണ്ട ചുമതല മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇവരിത് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ, ഒരു വെഞ്ചൻസോടുകൂടി, ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർബന്ധ ബുദ്ധിയുള്ള നടപടികളിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ വിധിയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 400 പേജിൽ അധികമുള്ളൊരു വിധിയാണ്, 450ഓളം പേജുകളുണ്ട്. ആ വിധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഗവർണർ മസ്റ്റ് ബി എ ഫ്രണ്ട്, ഗൈഡ് ആൻഡ് ഫിലോസഫർ ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രണ്ടും ഫിലോസഫറുമായി കൂടി ഗവർണർമാർ മാറണം എന്നാണ് കൃത്യമായിട്ട് ഇത് പറഞ്ഞേക്കുന്നത്. ഇതിൽ ആർലേക്കർ ചോദിക്കുന്ന ഒരു ചോദ്യം, സുപ്രീം കോടതിയിൽ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നില്ലേ, അതിനൊന്നും ടൈം ലൈൻ കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. സുപ്രീം കോടതി അടക്കം ഇന്ത്യയിലെ കോടതികളിൽ 90 ലക്ഷത്തോളം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഏതാണ്ട് 1,10,00,000 ഇത് 2 കൊല്ലം മുമ്പുള്ള കണക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ പോലും അത് കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ് അവർക്ക് തീർക്കാൻ പറ്റാതിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഫയലെടുത്ത് പെട്ടിയിൽ വെച്ചിട്ട് അവിടെ സുഖമായി കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടല്ല എന്നുള്ളത് രാജേന്ദ്ര ആർലേക്കർ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഉയരുന്ന വലിയ ചോദ്യം എന്നുള്ളത്, ഈ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിംഗ് തന്നെ ആവശ്യമുണ്ടോ? എന്തിനാണ് ഈ സ്റ്റേറ്റിലെ ആളുകളുടെ ടാക്സ് പെയറുടെ മണി കൊടുത്തിട്ട് ഇത്രത്തോളം വലിയ രാജ്ഭവനും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും 85 ലക്ഷം രൂപയുടെ കാറുമൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു പദവി യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തെയും കേന്ദ്ര ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങൾക്കോ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് അധികാരമില്ലാത്ത ഒരു കാര്യവും പാസ്സാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് വേണോ, അതോ ഇനി മുതൽ നേരിട്ട് പ്രസിഡന്റ് അയച്ചാൽ പ്രസിഡന്റിന്റെ കീഴിലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ? എന്തിനാണ് ഇത്രയും വലിയ കോസ്റ്റ് കൊടുക്കുന്നത്, എന്തിനാണ് ഇത്രയും വലിയ ചെലവുകൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉയരേണ്ടത്. പക്ഷേ സംഘപരിവാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, സുപ്രീം കോടതി എക്സസീവായിട്ടുള്ള പവറുകൾ എടുക്കുന്നു, അധികാരമെടുക്കുന്നു എന്ന ചോദ്യത്തിലാണ്. അത് യഥാർത്ഥത്തിൽ അവാസ്തവമാണ്. നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എതിരായിട്ടുള്ളൊരു വിധിയുണ്ടായപ്പോൾ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥ പറഞ്ഞുകൊണ്ട് ഇനി കുചേലൻ കൃഷ്ണന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുമോ എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ നരേന്ദ്രമോദി. ഏതാണ്ട് അതേ ലെവലിലുള്ള ന്യായീകരണങ്ങളിലേക്കാണ് സംഘപരിവാർ പോകുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കൃത്യമായി അംഗീകരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഗവർണർമാരോട് പറയേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ സുപ്രീം കോടതിയുമായിട്ട് ഒരു ഒളിയുദ്ധം നടത്താനല്ല. നമ്മുടെ ഫെഡറൽ സിസ്റ്റവും രാജ്യവുമൊക്കെ ഈ സംവിധാനവുമൊക്കെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ആ നിലനിർത്താൻ വേണ്ടി വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയുടേത്. ചിലപ്പോൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. പക്ഷെ അപ്പോഴും BJPക്ക് 3/2 ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികളൊന്നും പാസ്സാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കാൻ ഈ വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആർലേക്കർ എന്ത് പറഞ്ഞാലും.